Hi Malayalis, welcome back to Guru Kiki's Entertainment Vlog. ഞാൻ ഇന്ന് എയർ ബാൻഡ് ഇട്ടു ഗൈസ്. ഞാൻ എൻ്റെ മുടി കുറച്ച് ഓയിലി ഉണ്ട്. ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ. അതൊക്കെ ഇപ്പൊ അവരോട് പറയേണ്ട ആവശ്യം എന്താണ്? അതല്ല അവ ചിന്തിക്കുക എന്തിനാ ഇവിടെ ഇങ്ങനെ കോമാളി അങ്ങനെ പോലെ ആരും ഇരുന്നിട്ടുണ്ട്. ചിന്തിച്ചിട്ടുണ്ടായില്ല. ചിന്തിച്ച ഒരാളുടെ കമന്റ് ബോക്സ് പറയണേ. ഒരാൾ പോലും അങ്ങനെ ചിന്തിച്ച ജോലി ഉണ്ടാവില്ല. ചുമ്മാ എന്തെങ്കിലും പറയണം. ഓക്കെ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ഹെൽത്തി റിലേഷൻഷിപ്പ് പറ്റി സംസാരിക്കാൻ പോകുന്നുണ്ട്. സംസാരിക്കാനല്ല, കീർത്തുട്ടി എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ എന്തിന് ദേവട്ടനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. പൊങ്ങണ്ട, ഇതാണ് എനിക്ക് ഇഷ്ടാവാത്തത്. പൊങ്ങിപ്പിക്കണല്ലേ, അതാണ്. അപ്പോൾ ഈസ് എ വെരി ഗുഡ്. അതൊക്കെ ഇപ്പൊ ഇവിടെ പറയണ്ടെന്ന്. അത് ഒരു ഭർത്താവ് എങ്ങനെ ഉണ്ടാവണോ അങ്ങനെ ദേവട്ട ഉണ്ട്. ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ടു ബി എ ജെന്റിൽമാൻ. അപ്പൊ ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. ഇത് ദേവട്ടോടത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദേവട്ട മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് അറിയാൻ വേണ്ടിട്ട് കീർത്തുട്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡി ആക്കിയിട്ടുണ്ട്. അതിന് ഉത്തരം ഞാൻ പറയും. അതെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഉണ്ട് ഗൈസ്. അത് വേണ്ടിട്ട് തന്നെ. ഈ മൈൻഡ് ഉണ്ടല്ലോ, വല്ലാത്തൊരു മൈൻഡാ. അപ്പോ ഈ കല്യാണമായിട്ട് ശേഷം പെൺകള് ഭാര്യ വന്നിട്ട് ഷോർട്ട് ഡ്രസ് വീട്ടിൽ ഒരു ഷോർട്ട്സ് ഇട്ടെങ്കിൽ ഇല്ല പുറത്ത് പോപ്പോ അവൾക്ക് വേണ്ടത് ഒരു സർട്ടൻ ഡ്രസ് ടൈപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഇടണം, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇട്ടെങ്കിൽ കുറേ ആണുങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രശ്നമാക്കും. അപ്പോ അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ഭർത്താക്ക് വേണ്ടിട്ട് അവൾ അഡ്ജസ്റ്റ് ആക്കും. അത് അഡ്ജസ്റ്റ് ആക്കണോ വേണ്ടി കാണൂല അല്ലേ? ഇവിടെ ആളിപ്പോ ഷോർട്സ് ഇട്ടിട്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞെന്തെങ്കിലും എന്തെങ്കിലും ഞാൻ ഇടണ്ടെന്ന് പറഞ്ഞു. എപ്പോ താളെ ഇടണ്ടെന്ന് ദേവട്ട ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ഭർത്താവുകൾ ഉണ്ടാവൂലേ, അവർക്ക് എന്താ ദേവട്ട പറയാൻ എന്താ പറയൂ. അപ്പൊ എന്റെ അഭിപ്രായം, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടില്ല നമ്മുടെ ഭാര്യനെ. അത് ഭയങ്കര മോശം പരിപാടിയാണ്. നമ്മൾ കല്യാണം എന്ന് വെച്ചത്, കല്യാണം തന്നെ ഒരു ഫേക്ക് സംഭവമാണ്. അതായത് ഇത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ സംഭവമാണ് ഈ കല്യാണം കഴിക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ അത് നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യുക. പിന്നെ ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള ആ കോൺസെപ്റ്റ് അത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യ ഭർത്താവ് എന്ന കോൺസെപ്റ്റ് വിടുക. എനിക്ക് ഇവളെ ഒരു കാര്യത്തിനും ഇടപെടേണ്ട ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല. കല്യാണം കഴിഞ്ഞു, നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ കുട്ടി വേണമെന്ന് വരെ ഞാൻ ഒരു കുട്ടി ചോദിക്കും. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവർക്ക് എന്ത് ഡ്രസ്സ് ഇടാം, മനസ്സിലായില്ലേ? അതിൽ ഞാൻ പറയരുത് ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല, അന്ന് ഡ്രസ്സ് ഇടാം, പുറത്ത് പോകുമ്പോൾ അത് മാറ്റണം, ഇത് മാറ്റണം. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവൾ ഇടും. ഞാൻ ആരാണ് അവളുടെ അടുത്ത് പോയിട്ട് പറയാൻ ഇന്ന ഡ്രസ്സ് ഇടരുതെന്ന്? ഭർത്താവ് അത് നിങ്ങൾ ചിന്തിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഭർത്താവ് വിട്ടിട്ട് ഒരു പാർട്ട്ണർ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് മാരേജ് കാര്യത്തിൽ വിശ്വാസമില്ല. പിന്നെ പാരൻസിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് തന്നെ. അല്ലെങ്കിൽ ജസ്റ്റ് പിന്നെ ഒരു ഇതിൽ പോയി ഇവിടെ പോയിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ഇഷ്ടമാണെങ്കിൽ പരസ്പരം സ്നേഹിച്ച് കുട്ടിയാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് വന്നത്. നമ്മൾക്ക് ജനിച്ചതേ നമ്മളല്ല, പണ്ട് മനുഷ്യരുണ്ടായ സമയത്ത് എങ്ങനെയാണ് അപ്പോൾ കല്യാണം. എന്താ ചോദിച്ചോ അതിക്ക് വേണ്ടിട്ട് മാത്രം ഉത്തരം കൊടുത്താൽ മതി. നല്ലൊരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്താൽ അധികം ദേവട്ട സംസാരിക്കുന്നുണ്ട്, കൂടുതൽ സംസാരിക്കേണ്ട. ഭീഷണിയുടെ അവസാനം വന്നു, അത് വേണ്ടാണ്ടിരിക്കാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ഒരു പെൺകളും ആൺകളും രണ്ടാളും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. ഇപ്പോ ദേവട്ട വന്നിട്ട് ടോക്സിക് ഉണ്ടാവുക, ഇല്ല ഞാൻ വന്നിട്ട് ദേവട്ട പാവമാണ് ഞാൻ ടോക്സിക് ഉണ്ടാവുക. അപ്പോൾ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഒരുപാട് പേരുണ്ട് അല്ലേ ഇപ്പൊ ടോക്സിക് റിലേഷനിൽ പെട്ടിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ടോക്സിക് പറയുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യും, എല്ലാ കാര്യത്തിലും ഇമോഷണലി കൺട്രോൾ ചെയ്യും. അവിടെയാണ് ടോക്സിക് ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് ആ റിലേഷന് പുറത്ത് കടക്കാൻ പറ്റില്ല. നമുക്കറിയാം പാർട്ട്ണർ ഇങ്ങനെയാണ്, പക്ഷെ നമുക്ക് കടക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ പാർട്ട്ണർ ടോക്സിക് കാണിക്കുന്ന പാർട്ട്ണർ വീണ്ടും വന്നിട്ട് ബെഗ് ചെയ്യും, സോറി പറ്റിപ്പോയി പറഞ്ഞാൽ. അപ്പോൾ നമുക്കിന്ന് പുറത്ത് വരാൻ പറ്റില്ല. നിങ്ങളുടെ പാർട്ട്ണർ ടോക്സിക് ആണെങ്കിൽ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ
ഡിവോഴ്സ് ചെയ്തോ, കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഡിവോഴ്സ് ആവാൻ ജസ്റ്റ് പറയാൻ ഈസി. ഈസി. അങ്ങനെ ചെയ്യണം. കഷ്ടപ്പെട്ട് നിൽക്കരുത്. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഒരാളടുത്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് അയാളെ വിട്ടിട്ട് ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് കീർത്തോട്ടിനെ അടിക്കാനോ ഇതാക്കാനോ ഒരു അവകാശം എനിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ടോക്സിക് ആകുമ്പോൾ അതും വരും, ദേഷ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരാളാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ഇപ്പോൾ കല്യാണമായിട്ട് ശേഷം പെൺകൾ താലി ഇടണോ? ഓരോരോ പെൺകൾക്കുണ്ടാവും താലി ഇടാൻ, സിന്ദൂർ ഇടാൻ ഇഷ്ടാവില്ല. ഇപ്പോൾ സെഞ്ചുറി ജനറേഷൻ മാറാനുണ്ട്. ഈവൻ ഷീ വുഡ് ലൈക്ക് ടു ബി ഒരു നോർമൽ വെസ്റ്റേൺ പെണ്ണ് പോലെ. ബട്ട് സം പീപ്പിൾ ഫോഴ്സ് യു ഷുഡ് വെയർ താലി, സിന്ദൂർ ഇടണോ? അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയും? അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ സമർപ്പിക്കുന്നു. ഇവിടെ ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് സിന്ദൂരം കാണാൻ പറ്റില്ല, താലി കാണാൻ പറ്റില്ല. റിങ് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. റിങ് അത് വീട്ടിൽ വേണ്ടിട്ട് എനിക്കിതിനൊന്നും ഒരു പുറത്ത് പോകുമ്പോ ഞാൻ റിങ് ഇടും. ഓക്കെ, അത് അവളുടെ വിഷ്. എനിക്കിതിനൊന്നും ഒരു താല്പര്യമില്ല. ഇതും ഹ്യൂമൻ മെയ്ഡാണ്. ഈ സിന്ദൂരം ഇടുന്നത്, താലി ഇടാൻ പറയുന്നത്, ഇതും ഏതോ ഒരുത്തൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കല്യാണം കഴിഞ്ഞതാണെന്ന്, ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞതാണെന്ന് എല്ലാവരും അറിയണം. അതിന് വേണ്ടിയിട്ടൊരു ഈ മാർക്ക് മാത്രമാണ് ഈ സിന്ദൂരം. അതുപോലെ എല്ലാവരും കാണണം താലിയിട്ട് ഇത് വേറെ ഒരുത്തൻ്റെ ഭാര്യയാണ്, ഇവളെ നമ്മൾ നോക്കാൻ പാടില്ല, ഇവളെ നമ്മൾ തൊടാൻ പാടില്ല എന്നുള്ള ആൾക്കാർ കാണണം. ഞാൻ ചോദിക്കട്ടെ, ഈ ആണുങ്ങൾക്ക് എന്താ ഒരു മാർക്കും ഇല്ലാത്ത? മോതിരം ഓക്കെ, അത് അങ്ങോട്ട് കൂടെ എക്സ്ചേഞ്ച് ആക്കുന്നേ ഉള്ളൂ. സിന്ദൂരം ആണുങ്ങൾക്ക് എന്താ ഇല്ലാത്തത്? കാരണം ഇത് ഒരു ആണ്, ഒരു ഇഡിയറ്റ്, ഒരു തെണ്ടി കൊണ്ടുവന്ന ഒരു റൂളാണ്. അത് പെണ്ണ് അടങ്ങി ഒതുങ്ങി നിൽക്കണം. ആണിന് എന്തോ ആവാം. ഞാനിപ്പോൾ പുറത്തിറങ്ങിയാൽ എന്നെ ആയിരിക്കും മനസ്സിലായില്ല ഞാൻ കല്യാണം കഴിഞ്ഞാണെന്ന്. എനിക്ക് ഏത് പെണ്ണിനാണോ നോക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവള് സിന്ദൂരം ഇട്ടിട്ട് ഒരു ആണിനെ നോക്കുകയാണെങ്കിൽ അത് കല്യാണം കഴിഞ്ഞ പെണ്ണ്, പക്ഷേ ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ? അങ്ങനെ വരില്ലേ? അപ്പോൾ ആണെന്തോ ആവാം. ഇത് ഏതോ ഒരു ടോക്സിക്കായ ആൾക്കാർ കണ്ടുപിടിച്ചാണ് ഈ സിന്ദൂരം ഇടുന്നതും. എല്ലാ റിലീജിയനിലും, ഈ വൃത്തിയുടെ റിലീജിയനിൽ ഉണ്ട് ഇത്, ഈ പരിപാടി. എല്ലാ റിലീജിയനിലും ഇങ്ങനെ ഓരോരോ വൃത്തങ്ങളുണ്ട്. അപ്പോൾ അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ചിലപ്പം ഇടിപ്പിക്കാം, എന്തുവേണം ചെയ്യാം. ആണുങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യവും പെണ്ണുങ്ങൾക്കും വേണ്ട, ആണുങ്ങൾക്ക് ഇല്ലാത്ത ഒരു റൂളും പെണ്ണിനും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കല്യാണമായിട്ട് ശേഷം ഹൗസ് വൈഫ് അല്ല, ഒരു അവള് ഇപ്പോൾ ജോലി ഷീൽ ബി എ വർക്കിംഗ് വിമൻ, ഇല്ലെങ്കിൽ ഹൗസ് വൈഫും ഉണ്ടാവും, ഈ രണ്ടിൽ ഒന്ന്. അപ്പോൾ അവള് വീട്ടിലെ ജോലി എല്ലാം ചെയ്യണം, ആണ് ഒന്നും ചെയ്യൂല. അപ്പോൾ അവർക്ക് ആൺകൾ എന്താ ചിന്തിക്കും, ജസ്റ്റ് ഒരു വീട് ക്ലീൻ ആക്കാൻ, വാഷ് ആക്കാൻ, കുക്കിംഗ് ചെയ്യാം, അത്രേ ഉള്ളൂ, ഒരു നോർമൽ പണിയാണ്. പക്ഷേ വൈ മെൻ ഡസൻറ്റ് ഹെൽപ്പ് ഇൻ കുക്കിംഗ് ഓർ എനിത്തിങ് ഇൻ ഹൗസ്? ഒന്നാമത് ഹൗസ് വൈഫ് ആണെങ്കിൽ മനസ്സിലാക്കണം. ഇപ്പോൾ ഹസ്ബൻഡ് പുറത്തു നിന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നല്ല വർക്ക് ചെയ്തിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ടയേർഡും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് വീട്ടിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ, ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിൽ അവർക്ക് വേണ്ട ഫുഡെല്ലാം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ വന്നിട്ട് അവർക്ക് പിന്നെ ആ ടയേർഡിൽ കുക്കിംഗ് ചെയ്യാൻ പറ്റൂല അവർക്ക്. അതങ്ങനെയാണ്. കുക്കിംഗ് മാത്രമല്ല, എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, കിഡ്സ് പഠിപ്പിക്കാനോ അതിലെല്ലാം ഹെൽപ്പ് ചെയ്യണം. പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കാലോ. കാരണം 24 hours വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. കുഞ്ഞി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നോക്കേണ്ട കടമ ആണിനുണ്ട് പെണ്ണിനുണ്ട്. അതെ, പക്ഷെ ഓരോരോ ആളുകൾ നോക്കൂല, ഭാര്യനെ നോക്കണം. കുഞ്ഞി ഡ്രസ് അത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫാമിലി തന്നെ ഒരുപാട് പേരുണ്ട് ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ ആയിരിക്കും കുഞ്ഞിനെടുക്കുന്നതും അപ്പി കഴുകി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം. അത് ഭയങ്കര മോശമാണ്. രണ്ടുപേരും ചേർന്നിട്ടുണ്ടാക്കിയത്, രണ്ടുപേരും ചേരാണ്ട് കുട്ടിയാവില്ലല്ലോ. രണ്ടുപേരും ചേർന്നുണ്ടാക്കിയൊരു കാര്യം രണ്ടുപേരും ചേർന്ന് നോക്കണം. ഉറക്കേണ്ടതായാലും രണ്ടുപേരും കൂട്ടിയിട്ട് വേണം അത് ചെയ്യാൻ. അല്ലാതെ ഞാൻ പുറത്തുപോയി വർക്ക് ചെയ്യുന്ന ആളാണ്, ഭാര്യ വീട്ടിലിരിക്കുന്നതാണ്, അങ്ങനെ ചിന്തിക്കരുത്. കുക്കിങ്ങിലായാലും വന്നിട്ട് ടയേർഡ് ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം, നൈറ്റ് ഡിന്നർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല വേണമെങ്കിൽ റൂം ക്ലീൻ ചെയ്ത് കൊടുക്കാം. എല്ലാം ഭാര്യയെ തന്നെ ഏൽപ്പിക്കരുത്. പിന്നെ ഹൗസ് വൈഫ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഇടയ്ക്ക് വീക്കിലി ട്വൈസ് പറ്റുമെങ്കിൽ അവർ പുറത്തു കൊണ്ടുവന്ന് നോക്കാം. അതുപോലെ ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്ന ഒരു വീട്ടിലാണെങ്കിൽ രണ്ടുപേരും ഈക്വലായിട്ട് കിച്ചൺ വർക്കും എല്ലാം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇനി ഒരു 100 ക്വസ്റ്റ്യൻ കൊണ്ടുപോവാ ഷേർഖാൻ.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഗൈസ് ദേവേട്ട മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ മൈൻഡ് സെറ്റ് ചെക്ക് ചെയ്യാനാണോ നീ നോക്കിയേ? യു ട്രൈഡ്? ഞാൻ വൈ ഡിഡ് ഐ ടേക്ക് ദിസ് വ്ലോഗ്, വൈ ആർ റിലേഷൻഷിപ്പ് ഇസ് വെരി ഹെൽത്തി. അങ്ങനെയാണ്. അത് ഞാൻ ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. ഞാൻ സോ നമ്മൾ റിലേഷൻഷിപ്പിൽ mindset നമ്മൾ ഫൈറ്റ് ചെയ്യും ഗൈസ്, നമ്മൾ ഫൈറ്റ് ചെയ്യും. പക്ഷെ ഫൈറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ ദേഷ്യത്തിൽ ഒരു സൈഡിൽ ഇരിക്കും. അപ്പോൾ ദേവേട്ടനെ വന്നിട്ട് സാറുള്ള വിട്ടേ നമുക്ക് സംസാരിക്കാം. ഞാൻ ട്രൈ ചെയ്യും. ട്രൈ ചെയ്യുമ്പോൾ വീണ്ടും ഫൈറ്റ് ആവുമായിരിക്കും അല്ലേ? പക്ഷെ ഞാൻ ട്രൈ ചെയ്യും പോയിട്ട്. എനിക്ക് അങ്ങനെ അവള് മിസ്റ്റേക്ക് ചെയ്തു, അവൾ തന്നെ വന്നിട്ട് സംസാരിക്കണം. ആ ഈഗോ ഇല്ല ദേവേട്ട അടുത്ത്. കുറേ പ്രാവശ്യം ഞാനാണ്. നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്താലും അവരെ മിസ്റ്റേക്ക് ആണെങ്കിലും അവിടെ പോയിട്ട് ഒരു വിട്ടേന്ന് പറയാൻ എന്തും നമ്മൾ മരിച്ചൊന്നും പോകില്ലല്ലോ അല്ലേ? നമ്മൾ റിലേഷൻഷിപ്പ് ഹെൽത്തി ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് ഹൗ ഈവൻ യു ക്യാൻ മേക്ക് യുവർ റിലേഷൻഷിപ്പ് ബെറ്റർ. ട്രൈ ടു ചേഞ്ച് യുവർ സെൽഫ്. ആ ഓൾഡ് മൈൻഡിൽ നിന്ന് ഇതൊക്കെ ഓൾഡ് പീപ്പിൾസ്, അതായത് ഓൾഡ് ആണുങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ ഞാൻ ഓപ്പണായിട്ട് പറയാം. പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് അടിമയായിരിക്കണം, പെണ്ണുങ്ങൾ അടുക്കളയിൽ വർക്ക് ചെയ്യണം, പെണ്ണുങ്ങൾ അധികം ഒന്നും ചെയ്യരുത്, സംസാരിക്കാൻ പാടില്ല, എല്ലാ ആണുങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്, പെണ്ണുങ്ങൾ എപ്പോഴും ആണുങ്ങളെ താഴെ. എപ്പോഴും പെൺകൾക്ക് ഒപ്പീനിയൻ ചോദിച്ചോ. ഇപ്പൊ എന്തെങ്കിലും വീട്ടിൽ ഒരു ഡിസ്കഷൻ ആയെങ്കിൽ നമ്മളെ ആണുങ്ങളെക്കാളും ഏറ്റവും ബെസ്റ്റായിട്ട് ഒപ്പീനിയൻ എടുക്കാൻ പറ്റുന്നത് വുമൻസിനാണ്. അത് നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാവും. നിങ്ങളുടെ ഭാര്യ അടുത്ത് എന്തെങ്കിലും ഒപ്പീനിയൻ ചോദിച്ചാൽ ചിലരുണ്ടാവും ഒരു 5%, 100% 5% മണ്ടത്തിമാരുണ്ടാവുക. കാരണം 95% വുമണും പവർഫുള്ളാണ്. അവർക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ചിന്തിച്ച് അവർ നല്ലൊരു ആൻസർ തരും. നമ്മൾ വലിയ വലിയ ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ എല്ലാം കീർത്തിട്ടോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാറില്ല. കാരണം ഇവിടെ ചോദിച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ആൻസർ കിട്ടും. അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോൾ ഓവറായിട്ട് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ കുറേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും, എൻ്റെ ഫ്രണ്ട്സിനാണെന്നല്ല ഞാൻ പറഞ്ഞത്, അവർ ചിന്തിക്കും ഇവരെന്തൊരു പെൺകൊന്തനാണ്, അയ്യേ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവ് നല്ല സങ്കല്പം എനിക്കില്ല. പാർട്ട്നേഴ്സ് നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കണം. കാരണം നമുക്ക് നാളെ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയാൽ ഈ പറഞ്ഞ ഒരാളും കാണില്ല. ഒരാഴ്ച അഡ്മിറ്റ് ആയെന്ന് വിചാരിച്ചോ, 2 ദിവസം അല്ല 1 ദിവസം ഉണ്ടാവും ഈ ഫ്രണ്ട്സും മറ്റ് റിലേറ്റീവ്സും ഫാമിലിയൊക്കെ. ഈ പറഞ്ഞ ആൾ മാത്രമേ നമ്മളോട് നമ്മളെ അപ്പി കോരാൻ വരെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചാൽ ബാക്കി ആൾക്കാരെ നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയാണ് ഫ്രണ്ട്സ്. കീർത്തുട്ടി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ പറഞ്ഞ ആൻസേഴ്സ് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ പറഞ്ഞ ആൻസേഴ്സ് റൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെ റിലേഷൻ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഹാപ്പി ആയിട്ട് പോകും. സോ താങ്ക് യു ദേവേട്ട ഫോർ ബീയിങ് വിത്ത് മീ. അപ്പോൾ ഈ വ്ളോഗ് ഉണ്ടാക്കാം, ചിരിക്കല്ലേ? ഇല്ല. സോ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, എന്താണ് ചെയ്തോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ചെയ്താൽ മതി. സോ അപ്പോൾ വീണ്ടും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, bye.